മഴക്കാലത്ത് പകർച്ചവ്യാധികളെ ചെറുക്കാൻ പഴുതടച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർമാരുടെയും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ഒരു യോഗം വിളിച്ചു ചേർത്ത് നിലവിലെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പനി ബാധിച്ച് ദിവസേന ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം 12,191 പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇതിൽ 1000-ൽ കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിയ ജില്ലകൾ വരെയുണ്ട്. അത് മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ്. മാത്രമല്ല ഡെങ്കിപ്പനി 105 പേർക്ക് ഇന്നലെ മാത്രം സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി ഒരു ദിവസം 105 പേരുടെ സ്ഥിരീകരിക്കുക എന്ന് പറയുമ്പോൾ എത്ര മാത്രമാണ് ഇതിന്റെ വ്യാപനമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഷിഗല്ലയാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ ഏറ്റവും അധികം ആശങ്കയും ഭയവും പടർത്തുന്ന ഒരു രോഗമെന്ന് പറയുന്നത്. ഈ ഒരു വർഷം മാത്രം 167 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഈ മാസം 91 പേർക്കും അതുപോലെ തന്നെ ഇന്നലെ ഒരു ദിവസം മാത്രം 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. എലിപ്പനി ഇന്നലെ മാത്രം 19 പേർക്ക് സ്ഥിരീകരിച്ചു. 6 പേർക്ക് മലേറിയ, 25 പേർക്ക് മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ 108 പേർക്ക് ചിക്കൻ പോക്സ് എന്നിങ്ങനെയുള്ള പകർച്ചവ്യാധികളാണ് ഇന്നലെ ഒരു ദിവസം മാത്രം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ മീറ്റിംഗിൽ ഏറ്റവും സുപ്രധാനമായി പറഞ്ഞ ഒരു തീരുമാനം എന്തെന്നാൽ ഇനി ഈ ആഴ്ച തൊട്ട് 3 ദിവസങ്ങളിൽ ഡ്രൈ ഡേ പാലിക്കണമെന്നാണ്. അതായത് വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച സ്കൂളുകളിൽ ഡ്രൈ ഡേ ആചരിക്കണം. അതുപോലെ തന്നെ ശനിയാഴ്ച ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്ന് പറയുകയാണ്. ഇതുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ ചെറുക്കാനാവുമെന്നാണ് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പൊക്കെ ഒരു നടന്ന സമയമായതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുന്നോടിയായി നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു മുന്നൊരുക്കങ്ങളും ഒന്നും കൃത്യമായ രീതിയിൽ നടത്തിയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് തരുന്നതും. മാത്രമല്ല പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കല്യാണം പോലുള്ള അവസരങ്ങളിലേക്കൊക്കെ പുറപ്പെടുന്നവർ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പനി പോലുള്ള അസുഖങ്ങളുള്ളവർ കഴിവതും പോവാതിരിക്കുക. പോയാൽ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ സാനിറ്റൈസർ, മാസ്ക് എന്നിവയൊക്കെ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു പനിയോ ജലദോഷവും ഉണ്ടെങ്കിൽ പോലും സ്കൂളിൽ വിടുന്നത് ഒഴിവാക്കാം. കാരണം നമുക്കറിയാം കൊച്ചു കുട്ടികളാണ്, പെട്ടെന്ന് തന്നെ അസുഖം പടർന്നു പിടിക്കും. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വീടിനായാലും സ്കൂളിനായാലും ഒക്കെ പരിസരത്ത് ചുറ്റും ഒരുപാടുണ്ടാവും. അത്തരം സാഹചര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കുക. അങ്ങനെ ഒരു കൊതുക് മുട്ടയിട്ട് പെരുകുന്ന ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ ഫോഗിങ് നടപ്പാക്കുക. മറ്റേത് തരത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റ് പ്രിക്കോഷൻസ് ഒക്കെ തന്നെ നമ്മൾ എടുക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള മുൻകരുതലുകളെല്ലാം എടുക്കണം. മാത്രമല്ല ആശുപത്രികളിൽ പോകുകയാണെങ്കിൽ തീർച്ചയായും മാസ്കും സാനിറ്റൈസറും കയ്യിൽ കരുതുക. നിപ്പയുടെ കാര്യത്തിലാണെങ്കിൽ വ്യാപനമില്ല. നിലവിൽ അസുഖം സ്ഥിരീകരിച്ചിട്ടുള്ളവർക്ക് കൃത്യമായ രീതിയിലുള്ള ചികിത്സ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതയാണ് വേണ്ടത്. ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാവരും ജാഗ്രതയോടുകൂടി മുന്നറിയിപ്പുകൾ പാലിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്.